പവിത്രത്തിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. വേദയോട് ഒന്ന് സംസാരിക്കാൻ പറ്റുമോ എന്ന് കമല വിക്രമിനോട് ചോദിക്കുകയാണ്. വിക്രം ഉടനെ ഫോൺ ചെയ്ത് കമലയ്ക്ക് കൊടുക്കുന്നു. വേദ ഫോൺ എടുത്ത ശേഷം സന്തോഷം കൊണ്ട് കമല പുറത്തേക്ക് പോയി. അത് നന്ദിനിക്ക് അത്ര പിടിച്ചിട്ടില്ല. ഈ സന്തോഷമൊന്നും ഞാനും ഏട്ടനും മാറി നിന്നാൽ കാണില്ല, നന്ദിനി ശ്രീജയോട് പറഞ്ഞു. വാസവൻ കേസ് പിൻവലിച്ചിട്ടുണ്ടെങ്കിലും പോലീസിന് ഇപ്പോഴും നിന്നോട് ശത്രുതയുണ്ട്. ഒരവസരം കിട്ടിയാൽ അവരത് ഉപയോഗിക്കും. പോയി എത്രയും വേഗം തിരിച്ചുവാ. ഇനിയുള്ള ജീവിതം എങ്ങനെ വേണമെന്ന് ഞാനും അമ്മയും കൂടി തീരുമാനിച്ചു വെച്ചിട്ടുണ്ട്. നീയും വേദയും കൂടി എത്തിയിട്ട് വേണം അത് എല്ലാവരോടും പറയാൻ, മാഷ് വിക്രമിനോടായി പറഞ്ഞു. ഇനി എന്തിനാണ് അവിടെ തന്നെ നിൽക്കുന്നത്, ഇങ്ങോട്ട് പോന്നുകൂടെ എന്ന് കമല കരഞ്ഞുകൊണ്ട് വേദയോട് ചോദിക്കുകയാണ്. ഉടനെ വരാം, അനിയൻകുട്ടന് ഭേദമാകുന്നതോടെ എല്ലാം തെളിയും. ഒരുപാട് കാലം സന്തോഷത്തോടെ ജീവിക്കാനാ കുറച്ചു കാലം ഇങ്ങനെ മാറി നിൽക്കുന്നത്. അമ്മ സമാധാനമായിട്ടിരിക്കെ എന്ന് പറഞ്ഞ് വേദ കോൾ കട്ട് ചെയ്യുകയാണ്. കമല കരയുന്നത് കണ്ടുകൊണ്ട് വന്ന വിക്രം കമലയെ കെട്ടിപ്പിടിക്കുന്നുമുണ്ട്. കാര്യങ്ങളെല്ലാം ശ്രീനി സാറിനോട് പറഞ്ഞോ എന്ന് രാജുവേട്ടൻ വിക്രമിനോട് ചോദിക്കുകയാണ്. ശ്രീലക്ഷ്മിയുടെ ആറ്റിറ്റ്യൂഡ് എന്താണെന്ന് അറിഞ്ഞിട്ട് ശ്രീനി സാറിനോട് പറയാമെന്ന് വിക്രം രാജുവേട്ടനോട് പറഞ്ഞു. ജോസഫ് ശ്രീലക്ഷ്മിയുടെ നമ്പർ സംഘടിപ്പിച്ച് വിക്രമിന് കൊടുക്കുന്നു. വിക്രം അങ്ങനെ ശ്രീലക്ഷ്മിയെ വിളിക്കുകയാണ്. ഫോൺ എടുത്ത് ആരാണെന്ന് ശ്രീലക്ഷ്മി ചോദിക്കുകയാണ്. ആരാണെന്ന് പറയുന്നതിന് മുൻപ് ഒരു വോയിസ് നോട്ട് അയക്കാം, ഒന്ന് കേട്ടു നോക്കൂ, അതിനുശേഷം ഞാൻ വിളിക്കാം എന്ന് പറഞ്ഞ് വിക്രം കോൾ കട്ടാക്കി. ഒരുപാട് നാളുകൾക്ക് ശേഷം സന്തോഷിന്റെ ശബ്ദം കേട്ട് ശ്രീലക്ഷ്മിയുടെ കണ്ണുകൾ നിറഞ്ഞു. ശ്രീലക്ഷ്മിയുടെ പഴയ നമ്പറിലേക്ക് സന്തോഷ് പലതവണ വിളിച്ചിട്ടും കിട്ടിയില്ലെന്നും പുതിയ നമ്പർ കണ്ടുപിടിച്ച് ഈ വോയിസ് നോട്ട് എങ്ങനെയെങ്കിലും ശ്രീലക്ഷ്മിയെ കേൾപ്പിക്കുമെന്നും പറഞ്ഞിട്ടാണ് വിക്രം പോയതെന്നും ശ്രീലക്ഷ്മിയെ തനിക്ക് കാണാൻ ആഗ്രഹമുണ്ടെന്നും സന്തോഷ് വോയിസ് നോട്ടിൽ പറയുന്നു. വോയിസ് നോട്ട് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും വിക്രം ശ്രീലക്ഷ്മിയെ വിളിക്കുകയാണ്. വിക്രം ഒരു നമ്പർ അയക്കുന്നുണ്ട്. ആ നമ്പറിൽ വിളിച്ചാൽ സന്തോഷിനെ കിട്ടുമെന്നും സന്തോഷമായി സംസാരിച്ചതിന് ശേഷം വിളിക്കാനും ബാക്കി കാര്യങ്ങൾ അപ്പോൾ പറയാമെന്നും വിക്രം ശ്രീലക്ഷ്മിയോട് പറഞ്ഞു. അങ്ങനെ ശ്രീലക്ഷ്മി സന്തോഷിനെ വിളിക്കുകയാണ്. താൻ സന്തോഷിന്റെ വിളിക്ക് കാതോർത്തിരിക്കുകയായിരുന്നുവെന്നും ഇനി ഒരിക്കലും സന്തോഷിനെ കാണാൻ സാധിച്ചില്ലെങ്കിൽ ആ മുറിക്കകത്ത് തന്നെ കാലം കഴിച്ചു കൂട്ടുമായിരുന്നുവെന്നും ശ്രീലക്ഷ്മി സന്തോഷിനോട് പറഞ്ഞു. വിക്രമിന്റെ കൂടെ ശ്രീലക്ഷ്മി വരുമോ എന്ന് സന്തോഷ് ചോദിക്കുന്നു. ഉറപ്പായും വരും എന്ന് ശ്രീലക്ഷ്മി മറുപടി നൽകുകയും ചെയ്യുന്നു. അങ്ങനെ കുറെ കാലങ്ങൾക്ക് ശേഷം അവർ പരസ്പരം മനസ്സ് തുറന്ന് സംസാരിക്കുകയാണ്. പിന്നീട് ശ്രീലക്ഷ്മി വിക്രമിനെ വിളിച്ച് സന്തോഷിന്റെ അടുത്തേക്ക് പോകണമെന്നും പകൽ പുറത്തിറങ്ങാൻ സാധിക്കില്ല, വെളുപ്പിന് 3-3:30 മണിക്ക് പുറത്തിറങ്ങാൻ സാധിക്കുമെന്നും വിക്രമിനോട് പറയുകയാണ്. നാളെ ആ പറഞ്ഞ സമയത്ത് വണ്ടിയുമായി വിക്രം ഗേറ്റിന് മുന്നിൽ ഉണ്ടാകുമെന്ന് ശ്രീലക്ഷ്മിയോട് പറഞ്ഞു. ജോബിയും സിഐയും തമ്മിൽ കാണുകയാണ്. സിഐ ജോബിയോട് പറഞ്ഞു, തിരുവനന്തപുരത്ത് വെച്ച് നടന്ന ഒരു പോലീസ് അസോസിയേഷൻ മീറ്റിംഗിൽ വെച്ച് കൂടെ ക്യാമ്പിലുണ്ടായിരുന്ന സാബുവിനെ കണ്ടുവെന്നും കുറച്ചുനേരം ഒറ്റയ്ക്ക് സംസാരിച്ചപ്പോൾ അയാൾക്ക് സംഭവിച്ചത് ആക്സിഡന്റ് അല്ല എന്നും സാബുവിനെ ഈ വിധത്തിലാക്കിയത് വിക്രമാണെന്നും വേദയും വിക്രവും എവിടെയാണെന്ന് വേദയുടെ ചേട്ടൻ ശ്രീകാന്തിനെ അറിയിച്ചാൽ പറയുന്ന ക്യാഷ് വാങ്ങാം എന്നും സാബു പറഞ്ഞുവെന്ന് സിഐ ജോബിയോട് പറയുകയാണ്. പറഞ്ഞതുപോലെ തന്നെ കാര്യങ്ങളെല്ലാം ഓക്കെയാണെന്ന് വിക്രം വേദയെ വിളിച്ചു പറയുന്നു. നേരം കുറേയായിട്ടും വേദയുമായി ഫോണിൽ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന വിക്രമിനെ നോക്കി ജോസഫ് കളിയാക്കുന്നുമുണ്ട്. രാത്രി ശ്രീനിവാസനെ കാണാൻ വിക്രം എത്തിയിരിക്കുകയാണ്. കോളിംഗ് ബെല്ല് കേട്ട് ശ്രീനിവാസൻ കതക് തുറക്കുന്നു. വിക്രമിനെ കണ്ട് ഇത്രയും നാൾ എവിടെയായിരുന്നു എന്നും ഒരു വിവരം പോലും അറിയിച്ചില്ലല്ലോ എന്നും ശ്രീനിവാസൻ പരിഭവം പറയുകയാണ്. അങ്ങനെ നടന്ന സംഭവങ്ങളെല്ലാം വിക്രം ശ്രീനിവാസനോട് പറയുന്നു. നീ തിരിച്ച് ഇങ്ങോട്ട് തന്നെ പോന്നേക്ക്, ഇവിടെ നിന്നെ ആരും ഒന്നും ചെയ്യില്ല. എന്തോ പ്രത്യേക കാര്യം പറയാനാണ് വന്നതെന്ന് പറഞ്ഞല്ലോ, അതെന്താണ്? ശ്രീനിവാസൻ ചോദിക്കുകയാണ്. അപ്പോൾ അടുത്ത എപ്പിസോഡിനായി നമുക്ക് കാത്തിരിക്കാം. അതുവരേക്കും ബായ്.